ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു വെജിറ്റേറിയൻ റെസിപ്പി ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ മഖനി. എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഒരു വെജിറ്റേറിയൻ റെസിപ്പി ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയത്. മഖനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് ഇറ്റ്സ് എ ഡിഷ് വിത്ത് എ ബട്ടറി സ്മൂത്ത് ഗ്രേവി. അപ്പം ഇത് നമ്മൾ ആദ്യം ഗ്രേവി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾ ഇടുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തേക്കുന്നത്. ഇത് മീഡിയം പീസസ് ആക്കി മുറിച്ചേക്കുന്നതാണ്. ഈ മുറിച്ച പീസസ് ഏതാണ്ട് 1 പൗണ്ട്, ഏതാണ്ട് 1/2 കിലോയോളം ഉണ്ട്. ഇനി പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കുറച്ച് കസൂരി മേത്തി. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇനി മുഴുവൻ മസാലയായിട്ട് വേണ്ടത് ഏലക്ക, ഒരു 4-5 ഏലക്ക, കുരുമുളക് 1 ടീസ്പൂൺ, 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയ ബേ ലീഫ്. ഇവിടെ നിങ്ങൾക്ക് ബേ ലീഫ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 2 മീഡിയം തക്കാളി അരിഞ്ഞത്, സവാള അരിഞ്ഞത് ഒരു 3 മീഡിയം എടുത്തേക്കുന്നത്, 1/4 കപ്പ് കാഷ്യൂനട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി അല്ലി, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ ബട്ടർ, വെജിറ്റബിൾ ഓയിൽ 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പാനിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് തിളപ്പിക്കാം. ഇപ്പം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. ബ്രിഞ്ചോളോ പനീറോ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് ഈ തിളപ്പിക്കുന്ന ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ട് സോട്ട് ചെയ്യുന്നത് തൊട്ട് ചെയ്താൽ മതി. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പീസസ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ച് കോരി മാറ്റാം. തിളച്ച വെള്ളത്തിൽ ഈ കോളിഫ്ലവർ 3 മിനിറ്റ് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഒത്തിരി കൂടുതൽ അങ്ങ് വെന്ത് പോയാൽ ഇതിൻ്റെ ആ ടെക്സ്ചറും അങ്ങ് മാറും. അപ്പോൾ രുചിയും വ്യത്യാസം വരും. കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ ഈ ഡിഷിന് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഒത്തിരി കൂടുതൽ വേവാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കണം. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നമ്മൾ ഈ വേവിച്ച് കോരി മാറ്റിയ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത് സോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മിനിറ്റായി. ഇനി ഇത് കോരി മാറ്റാം. ഇതങ്ങ് ഒത്തിരി അങ്ങ് കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ജസ്റ്റ് അങ്ങ് ഇങ്ങനത്തായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ഇതിനകത്തോട്ടിടാം. അത് ചതക്കണം എന്നില്ല, നിങ്ങൾ അരിഞ്ഞിട്ടാലും മതി, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടാലും മതി. അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഈ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് സോട്ട് ചെയ്യാം. ഈ സവാള ഒന്ന് കുറച്ച് നേരം സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴലുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ ഓണിയനാണ്. നിങ്ങൾക്ക് റെഡ് ഓണിയനോ വൈറ്റ് ഓണിയനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ടിടാം. സവാള ഇപ്പം കുറച്ച് വഴണ്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് മീഡിയം തീയിലിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും കുരുമുളകും ഗ്രാമ്പും കൂടെ ഇടാം. കറുവപ്പട്ടയും ബേ ലീഫും നമുക്ക് ഇപ്പോഴിടണ്ട, അത് നമുക്ക് പിന്നീട് ഇടാം. അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങിടാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഏതാണ്ട് 2-3 മിനിറ്റായി. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഇതിലോട്ട് ഇനി ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഈ തക്കാളി ഒരുവിധം ഒന്ന് വേവുന്ന വരെ നമ്മളിത് വേവിക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് കാഷ്നട്ടും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒരു ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് 1.5 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇടാം. കസൂരി മേത്തി ഈ ഡിഷിനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ്. കസൂരി മേത്തി ഇടുമ്പോഴാണ് ഇതിന് നല്ല ഒരു മണവും നല്ല ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കസൂരി മേത്തി എന്തായാലും ഇതിനെ ഒഴിവാക്കരുത്. സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തവയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. സാധാരണയായിട്ട് ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ ആ മിക്സ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തതാണിത്. നമുക്ക് ഇനിയും ആ സെയിം തവയിലോട്ട് തന്നെ ഒരു 1/2 സ്പൂൺ ബട്ടറും കൂടെ ഇടാം. ഇതിലോട്ട് നമുക്ക് ആ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഒരു ചെറിയ ബേ ലീഫും കൂടെ ഇടാം. ഇത് ഞാൻ അരയ്ക്കാൻ നേരം ഇടാതിരുന്നത്, കറുവപ്പട്ട നമ്മൾ ചിലപ്പോൾ അരച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്മെല്ല്, കറുവപ്പട്ടയുടെ സ്മെല്ല് ഒത്തിരി മുമ്പിൽ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴിടുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഗ്രേവിയുടെ കുറുക്കം നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ഇടുകയാണ്. നിങ്ങൾക്കിത് ഈ ഷുഗർ ഇടുന്നത് ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ ഇട്ട് ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഈ ഗ്രേവിയിലോട്ട് നിങ്ങളിപ്പോൾ കോളിഫ്ലവറിന് പകരം പനീറോ വഴുതനങ്ങയൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ സമയത്താണ് ഇതിനകത്തോട്ട് ഇടേണ്ടത്. കോളിഫ്ലവർ എല്ലാം ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് നമുക്കിനി അത് ഒത്തിരി അങ്ങ് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇട്ട് അടച്ചു വെക്കുന്നത്. കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാൻ കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ടിടുകയാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് ആ ബാക്കിയുള്ള 1/2 സ്പൂൺ ബട്ടർ അവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങിടാം. ഇതിനകത്ത് ബട്ടറിൻ്റെയും കസൂരി മേത്തിയുടെയും മണം ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ ഡിഷിന് ഭയങ്കര നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കോളിഫ്ലവർ മഖനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണമായതിന്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗ്രേറ്റഡ് ബട്ടറും ഇട്ടേക്കുന്നത്. സാധാരണ ഈ മഖനി റെസിപ്പീസിന്, ബട്ടർ യൂസ് ചെയ്യുന്ന റെസിപ്പീസിന് നമ്മൾ ഗ്രേറ്റഡ് ബട്ടർ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്.
നമ്മുടെ കോളിഫ്ലവർ മഖനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.